അവസാനത്തെ സർവേ ഫലം കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ സർവേ നടത്തുന്ന ടുഡേയ്സ് ചാണക്യയുടെ സർവേ ഫലം. ആ സർവേ ഫല പ്രകാരവും വലിയ ആഹ്ലാദത്തിൽ നിൽക്കുന്ന UDFന് വീണ്ടും ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ്. അതായത് നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേ പ്രകാരം നേരിയ മുൻതൂക്കം UDFന് കൽപ്പിക്കപ്പെടുന്നിടത്ത് ഒരു പടി കൂടി കടന്നാണ് ചാണക്യ സർവേ ഫലം വരുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ 78 സീറ്റോടുകൂടി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. എന്നാൽ UDFന് 74 സീറ്റ് നേടി അധികാരത്തിൽ വരാനും സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഇടതുപക്ഷത്തിനു കൂടി സാധ്യത കൽപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ എക്സിറ്റ് പോളുകൾ നടത്തി അതിൽ പലപ്പോഴും പല പ്രവചനങ്ങളും റിസൾട്ടിനോട് അടുത്ത് നിൽക്കുന്നതാണ് ടുഡേയ്സ് ചാണക്യ സർവേ. ആ നിലയ്ക്ക് 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം 93 മുതൽ 111 സീറ്റ് വരെ നേടുമെന്ന് പ്രവചിച്ചിരുന്നവർ ഇക്കുറി 9 സീറ്റ് ആര് നേടും, അവർ ഭരണത്തിലേക്ക് പോകും എന്നതിനെ സംബന്ധിച്ച് ഒരു മാജിക്കൽ നമ്പറും ഒരു ആന്റി ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് അത്യന്തം പ്രവചനാതീതമാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ UDFകാർ മതിമറന്ന് ആഘോഷിക്കാൻ വരട്ടെ എന്നതിൻ്റെ കൃത്യമായ സന്ദേശമാണ്. കേരളത്തിൽ തൂക്കുസഭയെന്ന ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ UDFന് 60 മുതൽ 78 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. LDFന് 55 മുതൽ 71 സീറ്റുകളും പ്രവചിക്കുന്നു. PR സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിൽ, ചാണക്യ ഇന്നാണ് പ്രഖ്യാപനം എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ കണക്കുകളും സംസ്ഥാനത്ത് UDFന് അനുകൂലമായി തന്നെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധു, തീർച്ചയായും UDFന് അനുകൂലമായ ഒരു പ്രവചനം നടത്തുമ്പോഴും ഇടത് ക്യാമ്പുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രവചനമാണ് ടുഡേയ്സ് ചാണക്യ നൽകുന്നത്. ഈ ടുഡേയ്സ് ചാണക്യയുടെ കണക്ക് പ്രകാരം 69 സീറ്റിൽ കൂടുതൽ 9 സീറ്റ് UDFന് കിട്ടുകയോ കുറയുകയോ ചെയ്യാം എന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. അതായത് 69 സീറ്റിന്റെ കൂടെ ഒരുപക്ഷെ 9 സീറ്റ് കൂടുതൽ വരാം. അതല്ല എങ്കിൽ 69 സീറ്റ് കുറഞ്ഞ് 60 സീറ്റായി UDFന് കുറയാം. LDFനെ സംബന്ധിച്ച് 64 സീറ്റിൽ 9 സീറ്റ് കൂടി 75 സീറ്റാവുകയോ അതല്ല എങ്കിൽ 55 സീറ്റായി കുറയുകയോ ചെയ്യാം എന്നുകൂടി ടുഡേയ്സ് ചാണക്യ പറയുകയാണ്. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് LDFന്റെ സീറ്റുകൾ ഉയരും എന്ന് സൂചന നൽകുന്ന ഏക സർവേയാണ് ടുഡേയ്സ് ചാണക്യ സർവേ. അപ്പോൾ UDFന് മേൽക്കൈ നൽകുമ്പോഴും LDFനും അവിടെ ഒരു വിജയ സാധ്യത ഈ ടുഡേയ്സ് ചാണക്യ നൽകുന്നുണ്ട്. അതായാലും ഇന്നലെയാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോൾ സർവേകളും പുറത്തു വന്നത്. ഇന്നാണ് ഇപ്പോൾ ടുഡേയ്സ് ചാണക്യയുടെ ഈ സർവേ വരുന്നത്. ഈ സർവേയിൽ 2% വോട്ട് വ്യത്യാസം മാത്രമാണ് UDFനും LDFനും ഇടയിലുള്ളത്. UDF 40% വോട്ട് നേടുമ്പോൾ LDF 38% വോട്ട് നേടും എന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് ഇതാണ് നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്. 2021 തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തോടെ ഏറ്റവും അടുത്തെത്തിയത് ടുഡേയ്സ് ചാണക്യയായിരുന്നു. LDF 93 മുതൽ 111 സീറ്റുകളിൽ വിജയിക്കുമെന്ന് ടുഡേയ്സ് ചാണക്യ 2021 പ്രവചിച്ചിരുന്നു എന്നതാണ്. 2021 LDF 93 മുതൽ 111 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന് ടുഡേയ്സ് ചാണക്യ പ്രവചിച്ചപ്പോൾ 99 സീറ്റ് നേടാൻ LDFന് സംസ്ഥാനത്ത് കഴിഞ്ഞു എന്നതായിരുന്നു തെരഞ്ഞെടുപ്പാനന്തരം വന്ന കണക്ക്. UDF 36 മുതൽ 44 സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്നുള്ളതായിരുന്നു ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം. അത് 41 സീറ്റുകളിൽ ഒതുങ്ങി. NDA 0 മുതൽ 6 വരെ എന്നുള്ള പ്രവചനം അത് 0-ലും ഒതുങ്ങി. അതായത് LDFന് 93 മുതൽ 111 വരെ സീറ്റുകൾ പ്രവചിച്ച അതേ ടുഡേയ്സ് ചാണക്യയുടെ ഫലമാണ്, എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതലൊന്നും കൂട്ടിപ്പറയാനോ ചേർത്ത് പറയാനോ പൊലിപ്പിക്കാനോ നമ്മൾ തയ്യാറല്ല. കാര്യം തുടർച്ചയായി 10 വർഷം ഭരിച്ചു. ജനവിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജനവിധി എന്തായാലും മാനിക്കും. ജനവിധി വരുന്നതിന് മുന്നോടിയായിട്ട് മുൻപും ആവേശമൊന്നും കാണിച്ചിട്ടില്ല, ഇപ്പോഴും കാണിക്കുന്നില്ല. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചിട്ട്, ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് നാടിനെ 10 വർഷം കൊണ്ട് പുരോഗമന പാതയിലേക്ക് നടത്തിക്കുകയും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഉൾപ്പെടെ കുതിച്ചുചാട്ടം നടത്തുകയും രാജ്യത്താകമാനം ഇതര സംസ്ഥാനങ്ങളുമായി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് എന്ന റാങ്ക് പട്ടികയിൽ സംസ്ഥാനം ഭൂരിപക്ഷം മേഖലയിലും 1ാം സ്ഥാനത്തെത്തിച്ച മികവിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. അതിന് മാൻഡേറ്റ് തരുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അത് ഒരു സർവേ എങ്കിൽ ഒരു സർവേ അവർ പറയുകയാണ്
9 സീറ്റുകൾ കാര്യങ്ങൾ നിശ്ചയിക്കുമെന്ന് പറയുന്നിടത്ത് അതെ, ജനങ്ങൾ ഈ പുറത്ത് കാണുന്ന സർവേകളിലോ അകത്ത് മതങ്ങളിലൂടെ കടത്തിവിടുന്ന രാഷ്ട്രീയത്തിലോ ഒതുങ്ങിപ്പോകുന്നവരല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതേ വികാരം ഉണർത്തിവിട്ടപ്പോൾ 7-7 എന്ന തരത്തിൽ ജില്ലകളിൽ അടിപതറാതെ ഇടതുപക്ഷം ഉറച്ചു നിന്നതും അങ്ങനത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് പിക്ചർ അഭിബി ബാക്കി ഹെ, ബാക്കിയുള്ള എല്ലാം 4-ാം തീയതി പുറത്തു വരുമ്പോൾ അറിയാം. അവസാന സർവേയിലും ഇടതുപക്ഷത്തെ എഴുതി തള്ളിയിട്ടില്ല, അവർ തിരികെ വരാൻ സാധ്യതയുണ്ടെന്ന് ടുഡേയ്സ് ചാണക്യ കൂടി പറഞ്ഞു വെക്കുമ്പോൾ ആഹ്ലാദ തിമിർപ്പിൽ ആറാടുന്നവർ ഒന്ന് കരുതുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഇത്രയും വലിയ സന്തോഷത്തിൽ നിന്ന് താഴേക്ക് പതിച്ചാൽ ഉയർത്തെണീക്കുക കുറച്ച് ശ്രമകരമാകുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ.